സന്തോഷം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ മഹാനവറുകൾ എന്നോട് പല സ്ഥലത്തും പ്രസംഗിക്കാൻ വേണ്ടി പോകാൻ പറയാറുണ്ട്. കൂട്ടത്തിൽ ഒരു തങ്ങൾക്കെതിരായിട്ട് പ്രസംഗിക്കാൻ പോകാൻ പറ്റും. അതെവിടെ അറിയോ? അങ്ങ് വടക്കേ അറ്റത്ത് ഒരു പള്ളിയിൽ ഖുതുബക്ക് മുമ്പ് പ്രസംഗം നടത്തുന്നു. അതൊരു തങ്ങളാണ്. താജുൽ ഉലമ എന്നോട് നിങ്ങൾ പോയിട്ട് അവിടെ പ്രസംഗിക്കണം അതിനെതിരെ എന്ന് പറഞ്ഞു. അവിടെ അപ്പുറത്തുള്ളത് തങ്ങളാ, അപ്പുറം പ്രതിപക്ഷത്തുള്ളത് തങ്ങളാ. പക്ഷെ താജുൽ ഉലമ എന്നോട് നീ പോയി പ്രസംഗിക്കണം. ഞാനവിടെ പ്രസംഗിക്കാനല്ല, വാദപ്രതിവാദത്തിനാണ് പോയത് അദ്ദേഹമായിട്ട്. പക്ഷെ അയാൾ വരാത്തതുകൊണ്ട് പിന്നെ പ്രസംഗിച്ച് മടങ്ങിപ്പോന്ന്. അൽഹംദുലില്ലാ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടത്തെ വെള്ളിയാഴ്ച ഈ പ്രസംഗം നടത്താൻ നോക്കുമ്പോൾ അവിടെ ചർച്ചയായി. അപ്പോൾ ചർച്ചയായപ്പോൾ ആൾക്കാർ പറഞ്ഞു ഈ പ്രസംഗം പറ്റൂലെന്ന്. പിന്നെ ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, പറ്റൂലെന്ന്. അപ്പോൾ ചർച്ചയായി. അവസാനം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരോട് പോയി ചോദിച്ചിട്ട് തീരുമാനമെടുക്കാൻ വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാം കൂടി കുറച്ച് ആളുകൾ ശംസുൽ ഉലമനെ കാണാൻ പോയിട്ട് ശംസുൽ ഉലമയോട് ആദ്യം തന്നെ പറഞ്ഞു, ആ പേരോട് ഞങ്ങൾ നാട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. ശംസുൽ ഉലമ പറഞ്ഞു, പേരോടും വർത്താനൊന്നും ഇവിടെ പറഞ്ഞു, നിങ്ങൾ ഇതിനാ വന്നതെന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞ് ഖുതുബക്ക് മുമ്പ് അറിവില്ലാത്ത ആളുകൾക്ക് നിസ്കാരത്തെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടി ഞങ്ങളെ പള്ളിയിൽ, അത് കറാഹത്താണെന്ന് പറഞ്ഞ് പേരോട് പ്രസംഗിച്ചു തരും. അപ്പോൾ ശംസുൽ പറഞ്ഞു, കറാഹത്താന്നല്ല പറയണ്ടി, ഹറാമാന്നാ പറയണ്ടി, അയാളൊക്കെ ചെറുപ്പക്കാരനാണ്, അവർക്ക് അത്രേ പറയാൻ പറ്റൂന്ന്. അവിടെ കൂടെ ആ സൂക്കേട മാറി. അപ്പോൾ ഞാൻ പറഞ്ഞത് താജുൽ ഉലമ എന്നെ പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. അവിടെ മറുവശത്തുള്ളത് തങ്ങളാണ് എന്ന് നോക്കാൻ എന്നോട് പറഞ്ഞില്ല, എന്നോട് ദീനിൻ്റെ ഇൽമു പറയാനാ പറഞ്ഞത്. അങ്ങനെയാണ് താജുൽ ഉലമ എന്നെ പഠിപ്പിച്ചത്. ഇതുപോലെ എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചത് വടകര മുഹമ്മദ് ഹാജി തങ്ങളാണ്. ബഹുമാനപ്പെട്ടവർ എന്നെ പ്രസംഗത്തിൽ ക്ഷണിക്കാറുണ്ട് എന്ന് മാത്രമല്ല, എൻ്റെ കേസറ്റ് വാങ്ങി കേൾക്കാറുണ്ട്, സാധാരണയായി കേൾക്കാറുണ്ട്. ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, ഈ പണി തന്നെ തുടർന്നെടുത്തോളണമെന്ന് എനിക്ക് ഓർഡറാണ്. ആ പണി എന്നെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എന്നെ പ്രസംഗത്തിന് ക്ഷണിച്ചിട്ട് എനിക്ക് അയച്ച അറബിയിൽ പദ്യം എഴുതി അയച്ച പദ്യം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കൊണ്ടൂർ ഉസ്താദ് അവറുകൾ, അതിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൂക്കിപ്പറമ്പ് ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഉണ്ട്, ബൈത്തിലാണ് ക്ഷണം, ഇവിടെ വന്നൊരു പ്രസംഗം നടത്തി തരണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കണ്ട മഹാന്മാർ അവരാണ് സുന്നത്ത് ജമാഅത്ത് പറയാൻ എനിക്ക് പ്രചോദനം നൽകി. ഞാനിപ്പോൾ ദുബായി പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു സ്ഥലത്ത് വന്നപ്പോൾ നിങ്ങൾ എന്നെ വേണ്ട പോലെ പരിഗണിച്ചില്ല. ഞാൻ മനഃപൂർവ്വം പരിഗണിക്കാതിരിക്കുന്നത് എനിക്ക് ആളെ മനസ്സിലാത്തതുകൊണ്ടോ അല്ല തിരക്കൊണ്ടോ ആയിരിക്കും. അയാൾ തെറ്റിദ്ധരിച്ചു. അയാൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങളെ കേസറ്റെല്ലാം അവിടെ വെച്ച് ഒറ്റയും കേൾക്കണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ഉണ്ടായിരുന്നു. വടകര മുഹമ്മദ് ഹാജി തങ്ങൾ എന്നോട് പറഞ്ഞു, നീ എന്താടാ പേരോടിൻ്റെ കേസറ്റ് കേൾക്കൽ നിർത്തിയച്ച്, അത് കേൾക്കണം, ഞാൻ കേൾക്കലുണ്ട് എന്ന് പറഞ്ഞു. അതോടുകൂടെ പിന്നെ ഞാൻ കേൾക്കാൻ തുടങ്ങി. ഇപ്പം ജീവിച്ചിരിപ്പുള്ള ആളാ പറഞ്ഞത്, ദുബായിൽ അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ ഒക്കെ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് സുന്നത്ത് ജമാഅത്ത് പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആളുകൾ പല ധാരണ പെശകും ഉണ്ടാക്കിയിട്ട് സുന്നത്ത് ജമാഅത്ത് പറയുന്നത് നിർത്തിച്ച് കളയാന്നായിരിക്കും ധാരണ ഉണ്ടെങ്കിൽ ആ കാച്ചിയ വെള്ളം അങ്ങ് ഒഴിച്ച് കളയണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രാവർത്തികമാക്കാനും പ്രചരിപ്പിക്കാനും നമുക്കും നമ്മുടെ ആലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും സാദാത്തുക്കൾക്കും നേതാക്കൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. താജുൽ ഉലമയുടെ ദറജ അല്ലാഹു എത്രയും കൂടുതൽ വർദ്ധിപ്പിച്ച് കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ എല്ലാ മദതും. എന്നോട് ഒരു വലിയൊരു മഹാൻ ഒരിക്കൽ പറഞ്ഞു, എന്തെങ്കിലും വിഷയമുണ്ടോ താജുൽ ഉലമയുടെ മേൽ ഫാത്തിഹ ഓതിക്കോ യാസീൻ ഓതിക്കോ വലിയ ഫലാണ് എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കും.